വോയിസ് മെസ്സേജ് ആണല്ലോ. ഒരു ബാഡ് ന്യൂസ് ആണല്ലോ പവിത്രൻ സാറേ. നിങ്ങൾ അയച്ചു തന്ന പ്രിസ്ക്രിപ്ഷനിൽ പറയുന്ന മരുന്നുകൾ ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ഗർഭിണിയാകാൻ പറ്റില്ല. ഈ കുട്ടി അവളുടെ ഭർത്താവിനെ ചതിക്കുകയാണല്ലോ. എങ്ങനെയാണ് സാർ ആ പയ്യനോട് ഇക്കാര്യം പറയുന്നത്? സാറ് പറഞ്ഞാൽ അയാളത് വിശ്വസിക്കണമെന്നില്ല. ഈ റിപ്പോർട്ട് ഏതെങ്കിലും ഗൈനക്കോളജി ഡോക്ടറെ കാണിക്കാൻ പറ. അപ്പോഴയാൾക്ക് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ. സർ, സാരമില്ല, ഞാൻ തരാം. ഈ കവർ എടുത്തോളൂ. എന്തുപറ്റി? വയ്യായിക വല്ലതും ഉണ്ടോ? ആരെങ്കിലും അറിയിക്കണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല. ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ഗർഭിണിയാകാൻ പറ്റില്ല. കഴിഞ്ഞ 2 മാസമായി അവൾ ട്രീറ്റ്മെന്റിലാണ്. ഈ കുട്ടി അവളുടെ ഭർത്താവിനെ ചതിക്കുകയാണല്ലോ. ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ഗർഭിണിയാകാൻ പറ്റില്ല. നമ്മുടെ മോള്. മോളോ? രൂപേഷേട്ടൻ അത് ഇതുവരെ വിട്ടിട്ടില്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ? എനിക്ക് മോള് തന്നെ മതി. വളർത്താൻ നല്ലതേ പെൺകുട്ടികളാ. അവളെന്നെ ജീവന തുല്യ സ്നേഹിക്കുന്നു ഞാൻ വിചാരിച്ച. ഇത് സ്നേഹമല്ല, ചതിയാ, കൊടും ചതി. അവളെന്നെ ചതിക്കായിരുന്നു. കമ്പനിയിലും വീട്ടിലും എല്ലാവരും കളിയാക്കിയപ്പോഴും ഞാൻ നിന്റെ കൂടെ അല്ലേ നിന്നത്. എന്റെ അമ്മയെ പോലെ നിന്നെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. നിനക്കൊരു കുഞ്ഞുണ്ടാവും, അതിനെ പൊന്നുപോലെ വളർത്തും. മരുവത്തൂറിലെ മണിമുത്തായി എന്റെ മോള് വളരും. എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ?